ഹലോ, എങ്ങോട്ടാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പിളിനൊന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാനും കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്. ഇപ്പൊ അകത്തുപോകാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ. കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കുവല്ലേ? മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. പോയിക്കോ. നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാൽ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാൽ നേരിടാൻ ഒരു ഉശിരി വേണ്ടേ മണിയാ? ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിര സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ നവീഷ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മറ്റവൻ. അന്ന് അമ്പിളിയും കൊണ്ട് മാധവട്ടം കോളേജിൽ വന്നതല്ലേ? എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകയും 2 ചീമ കൊന്നഞ്ഞ അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? വെറുതെ വേണ്ടട്ടോ, മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്കാം. ഒരു പുളിവാകയും 2 ചീമ കൊന്ന് എവിടെ? അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ. ഹലോ, നമ്മൾ ഇങ്ങനെ എത്തി പതുങ്ങി നടന്നാൽ സൈറ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും. ഏതെങ്കിലും ക്ലാസ് മുറി കയറി ചോദിക്കാം. അത് വേണോ? വേണം. ചോദിച്ചാലെന്താ? തൂക്കിക്കൊല്ലൊന്നുമില്ലോ. വരുന്നടാ. See, pathogenesis of TIA. അമ്പിളി, Transient ischemic അമ്പിളി, attack. അമ്പിളി. Hey, who are you? What do you want? My name is അപ്പുട്ടൻ. Silence, please. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഞാൻ അപ്പൂട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്, ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണേ. അതിനെ സാറത്തിന് ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ? സാറ് പെമ്പറന്നേരത്തെയായിട്ട് വീട്ടിൽ നിന്ന് വഴിക്കിട്ട വന്നല്ലേ? പോവാം, അമ്പിളി ഇവിടെ ഇല്ല. നോൺസെൻസ്. പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞേക്കൂ. ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണ് വിചാരിച്ചത്. ഇനി വാദ്യാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അമ്പിളിന്ന് പേരെടുത്ത് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം. അമ്പിളി വിളി കേൾക്കും, ഇറങ്ങി വരും. അത് നല്ലൊരു ഐഡിയ. എന്നാൽ ഇക്കായും പക്കത്തിന് ഈ വഴിക്ക് വയ്ക്കോ, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം. അമ്പിളി, അമ്പിളി. താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ? താമരക്കുളത്ത് അമ്പിളിയോ? നമ്മുടെ കള്ളുടി രാവുണ്ണിയുടെ മോൾ അമ്പിളി. ഏതീറാ? അങ്ങനൊന്നുമില്ല, ഇരുനിറത്തിലുള്ള പെൺകൊച്ച്. ആ ലാബി കാണും. ലാബോ? അതെവിടെ ആയിരിക്കും? സാർ, 4-5 പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. ക്ലാസ്സുകളിൽ കയറി ശല്യം ഉണ്ടാക്കുന്നു. സെക്യൂരിറ്റി വിളിക്കേ. അമ്പിളി, 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 അമ്പിളി. ഓർത്തോ? എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനുള്ള മണിയെ ഈ ബോർഡ്. നമ്മൾ എന്തെങ്കിലും മറന്നോ? അയ്യോ അല്ല, ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത്. ഓഹോ, അങ്ങനെയാണോ? ഓർമ്മശക്തി ഉണ്ടാക്കാനുള്ള ചികിത്സക്ക് ഓർത്തോ, കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ, കാഴ്ച ശക്തി ഉണ്ടാക്കാനുള്ളത് കണ്ടോ, ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ. ഓ, എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ. പിന്നെ അമ്പിളി, അമ്പിളി. അമ്പിളി, അമ്പിളി, അമ്പിളി. ഈ താമരക്കുളത്തെ അമ്പിളിയോ. അമ്പിളി ഡാക്ടറെ, അമ്പിളി ഡാക്ടറെ കണ്ടായിരുന്നു. ഡാക്ടറെ, അമ്പിളി. ചെക്ക് എവിടെ? തന്നോളൂ സാർ. എന്ത് ചെക്ക്? ചെക്കോ? ചെക്കില്ലെങ്കിൽ ക്യാഷ് ആയാലും മതി. ഓഹോ,
നീ ഏത് കരു നീക്കണമെന്ന് ആലോചിക്കാണെന്നല്ലേ ഞാൻ കരുതിയത്. നീ ഉറങ്ങായിരുന്നല്ലേ? അതെ, ഉറങ്ങായിരുന്നു. സ്വപ്നം കണ്ട് ഉറങ്ങായിരുന്നു. ചെസ് കളിക്കാൻ അറിഞ്ഞൂടാത്ത ഒരു വക്കീലിന്റെ ജൂനിയർ ആവണതായിട്ടൊരു സ്വപ്നം. അയ്യോ, ഈ കരുവൊക്കെ കണ്ടാലുണ്ടല്ലോ അപ്പോഴേ സത്യമായിട്ട് എനിക്ക് കുരു പൊട്ടും. എടാ, ചെസ് കളി നിന്റെ ബുദ്ധി കൂട്ടും. എന്റെ ബുദ്ധി കൂട്ടാതിരിക്കുന്നതാണ് സാറിന് നല്ലത്. ബുദ്ധി ഉറച്ചാൽ ഇതുപോലൊരു വക്കീലിനെ വിട്ടിട്ട് ഞാനൊക്കെ എപ്പ ഓടി തള്ളിക്കളഞ്ഞെന്ന് കേട്ടാ മതി. പിന്നെ സാറിന് അടുക്കള പണി ചെയ്യാൻ വേറെ ആളിനെ അന്വേഷിക്കേണ്ടി വരും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്.